ഇന്നിപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയിട്ട് 3 ആഴ്ച തികയാണ്. 22-ാം ദിവസമാണ്. ആകെ മുഖ്യമന്ത്രി മന്ത്രിമാരും മാറിയെന്നേ ഉള്ളൂ. ഉദ്യോഗസ്ഥർ പോലും പഴയതാണ്. ആന മാത്രമല്ല, ആനയുടെയാണ് കൂടുതലായി വരുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ട് പറയുകയും ചെയ്ത് ഏത് സമയത്തും എവിടെയും അപകടം പതിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിന്റെ പല ഭാഗം. അതിൽ ഹോട്ട്സ്പോട്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിനൊരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കണമെങ്കിൽ കടമ്പകൾ ഒത്തിരിയുണ്ട്. ഇന്ന് ഞാൻ അടിയന്തരമായി പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 8 മണിക്ക് ചർച്ച വെച്ചിരിക്കുകയാണ്. ഇത് അഡ്രസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എനിക്ക് ഒന്നേ പറയാനുള്ളത്, അങ്ങേയറ്റം സീരിയസ്നെസ്സോടുകൂടി ഗവൺമെന്റ് ഇതിനെ സമീപിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഇത് ഫൈറ്റ് ചെയ്യാൻ കൊടുത്ത തുക തികച്ചും അപര്യാപ്തമായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ കുറ്റവും ഏറ്റുവാങ്ങുമ്പോഴും സെൻട്രൽ അസിസ്റ്റൻസ് അടക്കം 305 കടലാസിൽ കണക്കെങ്കിലും ഫലത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിഹിതം 150 കോടി രൂപ മാത്രമാണ്. അതിൽ 70% വാച്ചർമാരുടെ ശമ്പളത്തിന് പോകും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് ഫൈറ്റ് ചെയ്യാൻ എന്തോ പണം കൊടുത്തതെന്ന്.